PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ്, കമ്പനി ബോർഡ്, LGS എന്നിവയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. 50 മാർക്കിലാണ് ഈ മോക്ക് ടെസ്റ്റ് വരുന്നത്. തീർച്ചയായിട്ടും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ കമ്പനി ബോർഡ്, LGS, 10th പ്രിലിംസ്, വെബ്കോലയുടെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പൊതുവിജ്ഞാനം, മാത്സ്, സയൻസ്, കറണ്ട് അഫേഴ്സ്, SCRT, പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നത്. ഫസ്റ്റ് ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അടുത്തത് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതാവായിരുന്ന ഹ്രസ്ത് മഹൽ എന്താണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിക്കപ്പെട്ടത്. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. മലബാർ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്ച് കലാപത്തിന് നേതാവ് രാമനമ്പിയാണ്. സർവ്വവിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂർ ആണ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പരമോന്നതയെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ അജയ് എന്താണ് റൈറ്റ് ആൻസർ. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യ നീതി തുല്യത അധിഷ്ഠിതമായ വളർച്ച എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങി പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹിക നീതി തുല്യധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനം ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചേക്കുന്നത്? ഏതിനകത്ത് ബന്ധപ്പെട്ടാണ് തർക്കം നിൽക്കുന്നത്? അരുണാചൽ പ്രദേശുമായിട്ടാണ് കേട്ടോ. ഏതാണ്? അരുണാചൽ പ്രദേശ്. സ്വാതന്ത്ര്യം നേരിട്ട് വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിനെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? MN ഹുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നാണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം. മുംബൈ,
കൊച്ചി, മധുര, ചെന്നൈ, കണ്ടള, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ഏതാണ് ഇതിൽ പെടാത്ത പട്ടണമായിട്ട് വരിക? മധുരയാണ് പെടാത്തത് കേട്ടോ. ഫംഗ്രനങ്കൽ അണക്കെട്ടിന്റെ പ്രധാനം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഫംഗ്രനങ്കൽ അണക്കെട്ടും താഴെ പറയുന്നവയിൽ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതെല്ലാമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 22. നോക്കിക്കേ, സത്ലജ് നദി സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതാണ്? വിവിധദേശ പദ്ധതിയാണ്. അപ്പോൾ 2ഉം 4ഉമാണ് റൈറ്റ് ആൻസർ. ഹരിത കേരള മിഷൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിൽ നടപ്പിലാക്കുന്നു? ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലെ നടപ്പിലാക്കുന്നത്? ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ഇത് നടപ്പിലാക്കുന്നത് പച്ചത്തുരുത്ത് പദ്ധതി അതായത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്നറിയപ്പെടുന്ന ഏതാ? അത് തിരുവനന്തപുരം ആണെന്ന് ഓർത്തോണം. 2ാം സ്ഥാനം വയനാടിനാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം, താഴെ പറയുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ജീവൻ രക്ഷ പതക്കാണ് കേട്ടോ. ഈ ജീവൻ രക്ഷാ പതക്കാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, നിസാം സാഗർ നദിയുടെ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദിയുടെ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഗോദാവരി നദിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റുള്ള മേജർ തുറമുഖം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. ഏതാണ്? തൂത്തുക്കുടിയാണ്. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഏതാണ്? ബാർലംച ചുരമാണ് കേട്ടോ. ഏത് രേഖാംശ സമയമാണ് ഇന്ത്യയുടെ പൊതുസമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏതാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്? 82.5 ഡിഗ്രി പൂർവാംശമാണ്. 82.5 ഡിഗ്രി പൂർവാംശ രേഖ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല, 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. ജലജന്യ രോഗമായി കോളറ പരത്തുന്ന രോഗാണു, ജലജന്യ രോഗമായി കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? വിബ്രിയോ ആണ്. നവജാത ശിശുക്കളിലെ ജനിത വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരണം കൊടുത്ത പദ്ധതി, നവജാത ശിശുക്കളിൽ ജനന വൈകല്യം കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഏതാണ്? ശലഭമാണ് കേട്ടോ. ശലഭം. ജലസ്രോതസ്സുകളെ അണുവിമുക്തമാക്കാൻ വില കുറഞ്ഞതും ഫലപ്രദമായ മാർഗം, ജലസ്രോതസ്സുകളെ അണുവിമുക്തമാക്കാൻ വില കുറഞ്ഞതും ഫലപ്രദമായിട്ടുള്ള മാർഗം ഏതാണ്? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് പൂനെയാണ് കേട്ടോ. എവിടെയാണ്? പൂനെയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? താഴെ പറയുന്ന ആരാണ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JD നഡ്ഡയാണ് കേട്ടോ. ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന് കേരള ഗവൺമെന്റ് രൂപീകരിച്ച ന്യൂനത പദ്ധതി ഏതാണ്? ഏതാണ്? അമൃതം ആരോഗ്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന ട്രെയിൻ എടുത്ത സമയം. 160 മീറ്റർ നീളമുള്ള ട്രെയിൻ 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നുവെങ്കിൽ പ്ലാറ്റ്ഫോം കടന്നു പോകുന്ന ട്രെയിൻ എടുത്ത സമയം എത്രയാണ്? എത്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 18 സെക്കൻഡ് ആണ് കേട്ടോ. 18 സെക്കൻഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1:8:27:64:125, 1:8:27:64:125 എത്രയാണ് റൈറ്റ് ആൻസർ വരുന്നത്? 216 ആണ് കേട്ടോ. എത്രയാണ്? 216. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15 -29, 39. 9, 11, 15, 29, 39. ഏതാണ് വിട്ടുപോയത്? 21 ആണ് കേട്ടോ വിട്ടുപോയത്. എത്രയാണ്? 21 ആണ് വിട്ടുപോയത്. I 828, ആ 639 എങ്കിൽ ഇയർ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 93 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 863 ആണ് കേട്ടോ. എത്രയാണ്? 860. ബാബു എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ബാബു എ സ്ഥാനത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 94 റൈറ്റ് ആൻസർ വരുന്നത് 3 ആണ് കേട്ടോ. എത്രയാണ്? 3 ആണ്.
ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് 11ാമത് ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളും എന്ന് വരിയിൽ ആകെ എത്ര ആളുകളാണ് ഉള്ളത്? എത്ര ആളുകളാണ് ഉള്ളത്? 17 പേരാണ് കേട്ടോ ഉള്ളത്. 2.002 ഡിവൈഡ് ബൈ 202 എത്രയാണ്? 0.010 ആണ് കേട്ടോ. 0.010 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ. താങ്ക്